SSLC ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്ക് വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നന്നായിട്ടുണ്ട്. പ്രധാന മാറ്റങ്ങൾ താഴെ കൊടുക്കുന്നു. ദേശീയ കായിക മത്സരങ്ങൾ. 1-ാം സ്ഥാനം 50 മാർക്ക്, മാറ്റമില്ല. 2-ാം സ്ഥാനം 45 മാർക്ക്, മുമ്പ് 40. 3-ാം സ്ഥാനം 40 മാർക്ക്, മുമ്പ് 30. പങ്കെടുക്കുന്നവർ 35 മാർക്ക്, മുമ്പ് 25. സംസ്ഥാനതല കായിക മത്സരങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പും സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകളും നടത്തുന്നവ. 1-ാം സ്ഥാനം 20 മാർക്ക്, മാറ്റമില്ല. 2-ാം സ്ഥാനം 17 മാർക്ക്, മാറ്റമില്ല. 3-ാം സ്ഥാനം 14 മാർക്ക്, മാറ്റമില്ല. 4-ാം സ്ഥാനം 10 മാർക്ക്, മുമ്പ് 7. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മത്സരങ്ങൾ. 5-ാം സ്ഥാനം 8 മാർക്ക്, പുതിയതായി ഏർപ്പെടുത്തിയത്. 6-ാം സ്ഥാനം 6 മാർക്ക്, പുതിയതായി ഏർപ്പെടുത്തിയത്. 7-ാം സ്ഥാനം 4 മാർക്ക്, പുതിയതായി ഏർപ്പെടുത്തിയത്. 8-ാം സ്ഥാനം 2 മാർക്ക്, പുതിയതായി ഏർപ്പെടുത്തിയത്. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. A ഗ്രേഡ് 25 മാർക്ക്, പുതിയതായി ഏർപ്പെടുത്തിയത്. B ഗ്രേഡ് 15 മാർക്ക്, പുതിയതായി ഏർപ്പെടുത്തിയത്. C ഗ്രേഡ് 10 മാർക്ക്, പുതിയതായി ഏർപ്പെടുത്തിയത്. പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയിൽ 90% മാർക്കോ അതിനു മുകളിലോ ലഭിച്ചവർക്ക് ഈ ഗ്രേസ് മാർക്കിന്റെ ആനുകൂല്യം ലഭിക്കില്ല. ദേശീയ സംസ്ഥാനതല കായിക മത്സരങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് നല്ല കാര്യമാണ്. അതുപോലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമാകും. 90%-ത്തിനു മുകളിൽ മാർക്ക് നേടിയവരെ ഗ്രേസ് മാർക്കിൽ നിന്ന് ഒഴിവാക്കിയത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ സഹായിക്കും എന്ന് കരുതുന്നു. ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ?